എന്റെ ടീം പണ്ടേ പുറത്തായി. അതുകൊണ്ട് ഇന്നിപ്പോ വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. പോയിട്ടൊന്ന് കളി കാണാനുള്ളതാണ് ഇന്ന് രാത്രി. എന്റെ ടീം പണ്ടേ പുറത്തായി. അതുകൊണ്ട് ഇന്നിപ്പോ വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ആരെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്റെ ജർമ്മനി ആയിരുന്നു. ജർമ്മനി തുടക്കത്തിൽ തന്നെ പോയി. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പിന്നെ ജർമ്മനിക്ക് പകരം പിന്നെ ഫ്രാൻസിനെ പിടിക്കാന്ന് വിചാരിച്ചു. ഫ്രാൻസും പോയി. ഇനിയിപ്പോ ആരെങ്കിലും പിടിക്കണം. അതെ അതെ, മന്ത്രിയുടെ ബ്രസീലായിരുന്നു. അപ്പൊ എന്തായാലും കളി കാണണം. എന്തായാലും കളി കാണാതിരിക്കുന്നതിന് മാത്രമല്ല, നാളെ അവധിയും കൂടെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കളി കാണാം. ഇനിയിപ്പോ ആരും വന്ന് വീട്ടുകാര് അച്ഛനെ അമ്മയൊന്നും പറയില്ല നാളെ സ്കൂളിൽ പോകാണ്ട് പോയി കിടന്നുറങ്ങ് എന്ന് ആരുടെ അടുത്തും പറയുന്നത് കേൾക്കേണ്ട വരില്ല. സന്തോഷമായിട്ട് അങ്ങനെ ഞെളിഞ്ഞിരുന്ന് കാണാം. ആരെങ്കിലും വന്നാൽ എന്തേ നാളെ ക്ലാസ് ഇല്ലല്ലോ പിന്നെന്താ എന്ന് ചോദിക്കാം. അപ്പോ കുട്ടികളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ഫുട്ബോൾ എന്ന് പറയുന്ന കളിയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിൽ ഒരു വേൾഡ് കപ്പ് ഫുട്ബോളിന് ശേഷം ഒരു അവധി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത്രയും ഫുട്ബോളിനെ ആരാധിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ട്. അപ്പൊ കേരളത്തിൽ മാത്രമേ അവധിയുള്ളൂ, സ്വാഭാവികം. അപ്പോ എന്തായാലും അതിനും കുട്ടികളുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അവാർഡൊക്കെ മേടിച്ച് എല്ലാവരും വീട്ടിൽ പോയി ഫുട്ബോൾ കളിയൊക്കെ കണ്ട് കുറച്ച് ലേറ്റായിട്ട് സുഖമായിട്ട് ഉറങ്ങി നാളെ എപ്പോഴെങ്കിലേക്ക് എണീറ്റ് സന്തോഷത്തോടെ ഇരിക്കും. ഓക്കെ, താങ്ക് യു.